നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് വേണ്ടി അക്ഷയ തൃതീയ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. 2024 അക്ഷയ തൃതീയ വരുന്നത് മെയ് 10 വെള്ളിയാഴ്ചയാണ്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് പുരാതന കാലം മുതൽക്കേ വിശ്വാസമുണ്ട്. ഇന്നേ ദിവസം ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമാണ്. അന്നത്തെ മുഴുവൻ സമയവും ശുഭമുഹൂർത്തമാണ്. പ്രത്യേക മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല എന്ന് സാരം. അന്നേ ദിവസം ദാനധർമാദികളിൽ ഏർപ്പെടുന്നത് പുണ്യമായി കരുതുന്നു. ഐശ്വര്യ ദേവതയുടെ കടാക്ഷം കൊണ്ട് ഈ ദിവസം വാങ്ങിയ വസ്തു ക്ഷയിക്കില്ലെന്നും അത് ദിനം പ്രതി ഏറി വരുമെന്നുമാണ് വിശ്വാസം. അക്ഷയ തൃതീയ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ലക്ഷ്മി ദേവിയുടെ മുന്നിൽ 5 തിരിയിട്ട നിലവിളക്ക് തെളിയിച്ച് ലക്ഷ്മി മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. സന്ധ്യയ്ക്കും വിളക്ക് തെളിയിച്ച് ലക്ഷ്മി ദേവിയെ സ്തുതിക്കുക. ഇന്നേ ദിവസം ശത്രുക്കളെയോ വിരോധമുള്ളവരെയോ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എല്ലാ വിരോധവും മാറി സമാധാനം ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യർ ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണ നെല്ലിക്ക വർഷിച്ച് ഒരു ഭക്തയുടെ ദാരിദ്ര്യ ദുഃഖം ശമിപ്പിച്ചത് അക്ഷയ തൃതീയ ദിവസമാണെന്ന് പറയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ വനവാസക്കാലത്ത് പാഞ്ചാലിക്ക് അക്ഷയപാത്രം നൽകിയതും വേദവ്യാസൻ മഹാഭാരത കഥ എഴുതി തുടങ്ങിയതും കുചേലൻ കൃഷ്ണനെ കാണാൻ പോയതും പരശുരാമൻ ജനിച്ചതും ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഇറക്കിയതും എല്ലാം ഈ പുണ്യദിനത്തിലാണെന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഉത്തമമായ ദിവസമാണ് അക്ഷയ തൃതീയ. വിഷമഘട്ടത്തിലായിരുന്ന ദേവേന്ദ്രന് ബൃഹസ്പതി നൽകിയ ഉപദേശത്തിൽ അക്ഷയ തൃതീയ ദിനത്തിൽ യഥാവിധി സ്നാന ദാന വ്രതശുദ്ധിയോടെ ഭഗവാനെ ഭജിച്ചാൽ എല്ലാ പാപങ്ങളും നശിക്കും, ദേവദേവനായ പരമാത്മാവിൻ്റെ പ്രീതി ലഭിക്കും എന്നാണ് പറയുന്നത്. ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് അക്ഷയ തൃതീയ ദിനത്തിൽ ഏറെ ശ്രേഷ്ഠമാണ്. ഇന്നേ ദിവസം പുണ്യകർമ്മങ്ങൾ നടത്തുക, പിതൃതർപ്പണം ചെയ്യുക, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, ഭാഗവത ശ്രവണം ചെയ്യുക, പൂജ ജപം എന്നിവ നടത്തുക, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, വസ്ത്രദാനം ചെയ്യുക, അതിഥികളെ ഉപചരിക്കുക, സജ്ജനങ്ങളെ ആദരിക്കുക, സ്നേഹവും ആത്മാർത്ഥതയും ഉള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, കുലദേവതയുടെ നാമം ജപിക്കുക, കുലദേവതയോട് പ്രാർത്ഥിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. ഇന്നേ ദിവസം അരയാൽ പ്രദക്ഷിണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. അക്ഷയ തൃതീയ ദിവസം കുങ്കുമം, വെള്ളം, നാളികേരം, ധാന്യങ്ങൾ, മധുരപലഹാരങ്ങൾ, മൺപാത്രങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളായ നെയ്യ്, തൈര് മുതലായവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. അക്ഷയ തൃതീയ ദിവസം സ്വർണം, വെള്ളി, മഞ്ഞൾ, മഞ്ഞക്കവടി, കോട്ടൺ പുതുവസ്ത്രം, പഞ്ചസാര, വീട്ടുപകരണങ്ങൾ, ഇന്ദുപ്പ്, മഞ്ഞക്കടുക് മുതലായവ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വളരെയധികം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വർഷം മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുവാനായി ഇപ്രകാരം ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.